സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വസിക്കുക, ഈ ശുശ്രൂഷ എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പള്ളി പോവാതെ, പ്രാർത്ഥിക്കാതെ, ദൈവവിചാരമില്ലാതെ, കുംഭസാരമില്ലാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ ഉഴപ്പി അനുസരണക്കേടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ഓർത്തേ. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറിൽ കർത്താവേ, അത്ഭുതകരമായൊരു കൃപ ഇന്ന വ്യക്തികളിൽ ചൊരിയപ്പെടട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പേര് പറഞ്ഞ് അവരുടെ മുഖം മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചോളൂ. കർത്താവേ, ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുക. കേരളത്തിലെ ഈ പോട്ടാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളോട് ചേർന്ന് ലോകം മുഴുവനുമുള്ള ദൈവജനം നിങ്ങളുടെ ജീവിതത്തിന്റെ സകല ഭാരവും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഈശോയ്ക്കറിയാം. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും, വിശ്വസിക്കൂ. ഓ കർത്താവ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടൽ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ, ഒരുപക്ഷെ ഈ നാളുകളിൽ ചില രോഗപീഠകൾ വന്നു, അതിനുശേഷം വലിയ സങ്കടം, ഭാരം, എല്ലാം തീർന്നുവെന്നൊരു ചിന്ത അങ്ങനെയുണ്ടോ? ഇതാ കർത്താവ് നിന്നെ ബലപ്പെടുത്തുകയാണ്. ഒന്നും അവസാനിച്ചിട്ടില്ല, നീ തകർന്നു പോയിട്ടില്ല. കർത്താവ് നിന്നെ പുതുക്കി പണിയുകയാണ്. വിശ്വസിക്കണം. ഒരുപക്ഷെ ഇന്നലകളിലുണ്ടായ ഏതെങ്കിലും തീരുമാനങ്ങളിൽ തെറ്റായ തീരുമാനം, ചില തീരുമാനങ്ങൾ അടുത്ത അബദ്ധമായിപ്പോയി, പൊട്ടത്തരമായിപ്പോയി, ആയിക്കോട്ടെ, നീ അതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കേണ്ട, മറിച്ച് വിശ്വസിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവിൻ്റെ ആത്മാവിനിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിത അവസ്ഥ സമർപ്പിച്ച് നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നല്ല ഉച്ചത്തിൽ പ്രാർത്ഥിച്ചോണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. എന്നിട്ട് അവരെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചേ, എന്നിട്ട് കണ്ണടച്ചേ. ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ നിനക്കറിഞ്ഞുകൂടാ, പക്ഷെ ഈശോയ്ക്കറിയാം. ഈശോയെ, ഈ വ്യക്തിയുടെ അവസ്ഥയിൽ അങ്ങ് മാറ്റം വരുത്തണം. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഈ വ്യക്തിയിൽ സംഭവിക്കണം. പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ തളർന്ന വ്യക്തിയാണ്. കർത്താവേ, ഈ വ്യക്തിയിൽ ഇടപെടണം. ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആ ചേർത്ത് പിടിച്ച കൈകൾ ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ ഈ പോട്ടാശ്രമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികര്, അൽമായ ശുശ്രൂഷകര്, ഗാന ശുശ്രൂഷകര്, മധ്യസ്ഥ പ്രാർത്ഥനക്കാര്, പരിശുദ്ധ അൾത്താരയോട് ചേർന്ന് പ്രവർത്തിക്കുന്നവര്, കൗൺസിലേഴ്സ്, കുമ്പസാരിപ്പിക്കാൻ വന്നിരിക്കുന്നവര്, അടുക്കളയിൽ ജോലി ചെയ്യുന്നവര്, അങ്ങനെ തുടങ്ങി അൾത്താര മുതൽ അടുക്കള വരെ കർത്താവെ ഓരോ ജീവിത വഴികളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. കണ്ണു തുറന്ന് നല്ല സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലതും ഇടതും നിൽക്കുന്നവർക്കൊക്കെ പുഞ്ചിരിച്ചുകൊണ്ടൊരു സ്തുതി കൊടുത്തേ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൻ്റെ രക്തം സകല തിന്മകളിൽ നിന്നും സകല പൈശാചിക പീഡകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. എങ്ങനെയാണ് ഈ ഭൂമിയിൽ നമ്മൾ സാത്താനെ തോൽപ്പിക്കുന്നത്? ഇതാ വിശുദ്ധ ഗ്രന്ഥം നിന്റെ മുമ്പിലേക്ക് പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തെ നീ ധ്യാനിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നിനക്ക് വലിയ ഡെലിവറൻസ് സംഭവിക്കും. യേശുവിന്റെ രക്തത്തെ നീ ധ്യാനിക്കുന്നതനുസരിച്ച് നിന്റെ മേൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഒരു കുഞ്ഞു വചനം, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള വചനം. ഒന്ന് തുറന്നേ. വിശുദ്ധ യോഹന്നാൻ, ഫസ്റ്റ് ജോൺ, യോഹന്നാന്റെ ലേഖനം, അതിന്റെ 1-ാം അധ്യായം 7-ാം തിരുവചനം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 1:7. 1 യോഹന്നാൻ 1:7. അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. യെസ്, അടുത്ത വചനം ശ്രദ്ധിച്ചു വായിച്ചോ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ വചനം ഒന്നും കൂടെ വായിച്ച് ശ്രദ്ധിച്ച് വായിച്ചേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തെറ്റുകളും കുറവുകളും ഉണ്ടായിട്ടുണ്ട്. പല പാപ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, എൻ്റെ മകനെ, മകളെ, നിനക്കുണ്ടായ എല്ലാ ഇന്നലകളുടെ അനുഭവങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കാൻ, പ്യൂരിഫൈ ചെയ്യാൻ, നിന്നെ വീണ്ടും വിശുദ്ധീകരിക്കാൻ ഇതാ ഈശോ ആഗ്രഹിക്കുന്നു. എങ്ങനെയെന്നറിയോ? യേശു തൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വീണ്ടും വിശുദ്ധീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു തന്റെ രക്തത്താൽ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുകയാണ്. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് ഇതാണ് ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന, ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിച്ച്, നമ്മുടെ ജീവിതത്തിൽ അനേക മേഖലകളിൽ നമ്മൾ ചില കുടുക്കിൽ കഴിയുന്നവരുണ്ടാവും. എനിക്ക് ഇങ്ങനെയായി പോയല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ, ഞാൻ രക്ഷപ്പെടത്തില്ല. അനേകരുടെ തലയ്ക്കകത്ത് പിശാച് കൊടുക്കുന്ന തെറ്റായ ചിന്തയാണ്. നിന്നോടാരാണ് നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത്? നിന്നോടാരാണ് നീ നശിച്ചെന്ന് പറഞ്ഞത്? നിന്നോടാരാണ് നിന്റെ ജീവിതം ഇങ്ങനെ കുഴിക്കകത്താണെന്ന് പറഞ്ഞത്? നീ ഒരു ദൈവമകനും ദൈവമകളുമാണെങ്കിൽ നിനക്ക് വേണ്ടി വിശുദ്ധ ഗ്രന്ഥം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ നിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ട് എന്നുള്ളതാണ്. ആമേൻ. എത്ര വലിയ ചെളിക്കുഴിയിലാണെങ്കിലും നിനക്ക് ഇതാ ഈശോ നൽകുന്നൊരു സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ക്രിസ്ത്യാനികളെ തന്നെ ആവണമെന്നില്ല, മറ്റു മതസ്ഥരായ സഹോദരങ്ങളുണ്ടാവാം. നിങ്ങൾ ആരു തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് വിശ്വസിക്കുക, യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ കഴുകുന്നു, എന്നെ പ്യൂരിഫൈ ചെയ്യുന്നു, എന്നെ ശുദ്ധീകരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നതനുസരിച്ച് നമ്മുടെ മേൽ ഇത് അനുഭവിക്കാൻ സാധിക്കും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നമുക്കുള്ള കൃപ. ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. പിശാചിന്റെ പണി എന്നാണെന്നറിയോ? അവൻ നമ്മുടെ തലയ്ക്കകത്ത് കൊണ്ടുവന്ന് തെറ്റായ ചിന്ത നൽകി, നീ രക്ഷപ്പെടിയല്ല, നീ ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് നിന്റെ ജീവിതത്തെ ഭാരപ്പെടുത്തും. അത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന പഠിക്കുന്നൊരു കുട്ടിയാണ്, മിടുക്കി കുട്ടിയാ. പക്ഷേ കഴിഞ്ഞ ഒരു പരീക്ഷയ്ക്ക് പോയപ്പോൾ അവൾക്ക് വിചാരിച്ചതുപോലെ അവൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല. അതോടുകൂടി അവളുടെ ഉള്ളിൽ പിശാച് കയറിയിരുന്ന് പറഞ്ഞു, നിനക്ക് ജീവിതത്തിൽ രക്ഷയില്ല, നീ വിചാരിച്ചതുപോലെ നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ
ഇനി നിനക്ക് ഇങ്ങനെ ആയിരിക്കും നിന്റെ അവസ്ഥ. ഇനി നീ രക്ഷയില്ല. ഇനി എത്ര പഠിച്ചിട്ടും കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇനിയും 4-5 പരീക്ഷ കിടക്കുവാണേ. അപ്പൊ ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണെന്നറിയോ? എപ്പോഴും ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും പോയി ആശ്വസിപ്പിക്കും, മോളെ സാരമില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, എൻ്റെ കാര്യം ഇങ്ങനെയല്ലേ, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയാണ് ഓർത്തോർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ILTC പരീക്ഷ 4 തവണ എഴുതിയ ഒരു നേഴ്സ്. ആ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ അച്ഛാ, തകർന്ന് തരിപ്പണമാണ് എൻ്റെ അവസ്ഥ അച്ഛാ. ഞാൻ ഒരു സ്ഥലത്ത് പോയാലും ഗതി പിടിക്കുകയില്ല, എന്തൊക്കെ ചെയ്യാൻ പോയാലും ഇങ്ങനത്തെ അവസ്ഥ. ഞാൻ രക്ഷപ്പെടുകയില്ല. 4 തവണ എഴുതിയിട്ട് തോറ്റുപോയി. ഇനി എനിക്ക് പ്രതീക്ഷയില്ല. തലയ്ക്കകത്ത് പിശാച് വന്നിട്ട് ഇങ്ങനെ പലതരത്തിൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിന്നെ കൊള്ളിയേല, നിനക്കിങ്ങനെ സംഭവിച്ചതല്ലേ, നിനക്കൊരു പരാജയം ഉണ്ടായതല്ലേ, നീ പരീക്ഷ എഴുതിയിട്ട് തോറ്റുപോയല്ലോ, നിനക്ക് അങ്ങനെ ഒരു അബദ്ധം പണ്ടുണ്ടായതല്ലേ, നിന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ, ഇങ്ങനെ തുടങ്ങി 100,000 നിന്റെ കുറവുകൾ നിന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്ന സാത്താനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം നിനക്ക് നൽകുന്ന സൗഖ്യമെന്ന് പറഞ്ഞാൽ ഇന്നലകളുടെ ഓർമ്മകളിൽ നീ തളം കെട്ടിക്കിടക്കേണ്ട വ്യക്തിയല്ലെന്ന്, ഇന്നലകളുടെ തെറ്റായ ചിന്തകളിൽ നിന്റെ ജീവിതത്തെ കുരുക്കിലിടേണ്ട വ്യക്തിയല്ലെന്ന്, നിനക്കുണ്ടായ ചില സംഭവങ്ങളിൽ നീ പെട്ടുകിടക്കേണ്ട വ്യക്തിയല്ലെന്ന്. ഈശോ നിനക്ക് നൽകുന്ന എന്തെന്നറിയോ? നിന്നെ ഈശോ കഴുകി വൃത്തിയാക്കുകയാണ്. നിന്നെ കർത്താവ് ശുദ്ധീകരിക്കുകയാണ്. ആ വചനം ഒന്നും കൂടെ വായിച്ചേ: അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് നിവർന്നിരുന്നേ 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, എന്നിട്ട് കണ്ണടച്ച് പറഞ്ഞ്: യേശുവിന്റെ രക്തം എന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രക്തം, യേശുവിന്റെ രക്തത്തെ പഴയ നിയമത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്രായേൽ ജനത രക്ഷപ്പെട്ട ചരിത്രത്തോടാണ്. അവരുടെ വാതിൽപ്പടിയിൽ തളിക്കപ്പെട്ട രക്തത്താലാണ് ആ ജനത അപകടത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 12 12-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം 12-13 ഒന്ന് തുറന്ന് വായിച്ചേ. 12-13 ചാപ്റ്റർ 12 വേഴ്സ് 13 വായിക്കാം. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കും. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിന്റെ അടയാളമായിരിക്കും. അടുത്ത വചനം: അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. കണ്ടോ എന്താ വചനം പഠിപ്പിക്കുന്നത്? നിനക്ക് ചില ശിക്ഷകൾ ലഭിക്കേണ്ടതാണ്, പക്ഷേ ദൈവം നിന്നോടൊരു കരുണ കാണിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുന്ന നിനക്ക് കർത്താവ് നിനക്ക് വലിയൊരു സൗഖ്യം നൽകുകയാണ്. കർത്താവ് നിനക്ക് വലിയൊരു വിടുതൽ നൽകുകയാണ്. നീ അനുഭവിക്കേണ്ട അനേക ശിക്ഷകളിൽ നിന്ന് ഈശോ നിന്നെ രക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ മെച്ചം എന്താണ്? നമ്മുടെ വീട്ടിൽ തന്നെ ചില ആളുകളുണ്ടാവും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ദൈവമേ, ഇത്രയും വലിയ പാതകത്തിലാണല്ലോ, ഇത്രയും വലിയ അവസ്ഥയിലാണല്ലോ, ഈ വ്യക്തി തീർന്നു, ഈ വ്യക്തിയുടെ ജീവിതം തീർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്താൽ ഈ വ്യക്തിയെ കഴുകണമേ, യേശുവിൻ്റെ രക്തത്താൽ ഈ വിഷയത്തിൽ ഇടപെടണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ആ വ്യക്തിയെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. യേശുവിൻ്റെ രക്തം നിന്നെ വിടുവിക്കും.
നിനക്ക് സംഭവിക്കേണ്ട അനേക തകർച്ചകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് യേശുവിന്റെ രക്തം നിന്നെ സംരക്ഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ യേശുവിന്റെ രക്തം നിന്നെ സംരക്ഷിക്കും. പറഞ്ഞു കൊടുത്തേ. യേശുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്. പറഞ്ഞ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, Blood of Jesus. ബ്ലഡ് ഓഫ് ജീസസ്, Blood of Jesus. യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം. ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് പറയണം, കേട്ടല്ലോ? ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് പറയണം. യേശുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ രക്തം എന്നെ രക്ഷിക്കുന്നു, യേശുവിന്റെ രക്തം എന്നെ സൗഖ്യപ്പെടുത്തുന്നു, യേശുവിന്റെ രക്തം എന്നെ വിടിവിക്കുന്നു, ബ്ലഡ് ഓഫ് ജീസസ് എന്നെ രക്ഷിക്കുന്നു. ഇങ്ങനെ പറയണം. ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം ഒന്ന് തുറന്നേ. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം ഒന്ന് തുറന്ന് കണ്ടുപിടിച്ചേ. ഒരു കുഞ്ഞു വചനം, പക്ഷേ വളരെ ശ്രദ്ധിക്കേണ്ട വചനം. 10-ാം അധ്യായം 9-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 9. എന്താണ് വായിച്ചേ? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒരു വ്യക്തി രക്ഷ എങ്ങനെ പ്രാപിക്കുന്നു? വചനം പഠിപ്പിക്കുന്നത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. രണ്ടാമത്തെ കാര്യം ഹൃദയത്തിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം നമുക്കുണ്ട്. ഏതാ? ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. ചിലർ പറയത്തില്ലേ, എൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ട്, നിങ്ങളെപ്പോലെ ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. ബൈബിൾ പറയുന്നത് ഉച്ചത്തിൽ പറയണം. കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ചിലർ വിളിക്കുമ്പോൾ ചിലർ പറയത്തില്ലേ, ഞാൻ നിങ്ങളെക്കാൾ നല്ല ആളാണ്, എനിക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, നിങ്ങളെപ്പോലെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ബൈബിള് പറയുന്നത് നീ ഉച്ചത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. അല്ലാതെ നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരെന്ന്. നീ പറയാണ് എനിക്ക് യേശുവിനോട് സ്നേഹമുണ്ടെന്ന് 10 തവണ പറഞ്ഞാൽ പോരാ, നീ അത് പ്രഖ്യാപിക്കണം. അധരം കൊണ്ട് പ്രഖ്യാപിക്കണം. യേശുവിന്റെ രക്തം എന്നെ സകല തിന്മകളിൽ നിന്ന് എന്നെ വിടുവിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയാ. ഇത് അനേകരോട് നമ്മൾ പറയണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയേണ്ട കാര്യം, എൻ്റെ ഈ ശരീരം യേശുവിന്റെ സ്വന്തമാണ്. ഈ ശരീരത്തിൽ സാത്താൻ അവകാശമില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ പറയണം, ഈ ശരീരം യേശുവിന്റെ സ്വന്തമാണ്. സാത്താൻ ഈ ശരീരത്തിൽ അവകാശമില്ല. യേശു തന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയാ. യേശുവിന്റെ രക്തം എന്ന് പറയുമ്പോൾ തന്നെ സാത്താൻ കിടുകിടാ വിറയ്ക്കും. സാത്താന് നിൽക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ സാത്താന് നിൽക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ പ്രയോഗിച്ചു നോക്കൂ. ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം, ഈശോ മരുഭൂമിയിൽ സാത്താനെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞ കാര്യം, കുരിശിൽ ഈശോ പൂർത്തീകരിച്ചു. അതിനുശേഷമാണ് മത്തായി സുവിശേഷം 28:18 ഈശോ പറഞ്ഞത്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എപ്പോഴാ പറഞ്ഞത്? കുരിശിൽ ഈശോ സാത്താനെ പരാജയപ്പെട്ടതിന് ശേഷം ഈശോ പറഞ്ഞു, യെസ്, എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. എങ്കിൽ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ആരുടേതാ? നമ്മൾ ദൈവത്തിൻ്റെതാണ്, ദൈവമക്കളുടേതാണ്. നമ്മുടെ ശരീരത്തിന്റെ അധികാരം യേശുവിനാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-20 തിരുവചനം വായിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് 19 and 20 തുറന്ന് വായിച്ചേ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. കണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ വില എന്ന് പറയുന്നത് യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തം വിലയായി കൊടുത്ത് നിന്നെ സാത്താന്റെ പിടിയിൽ നിന്നും തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നിന്റെ ശരീരം ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്.
ഹല്ലേലൂയ. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയത അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നും വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, പാടിക്കേ. ആരാധന ഹല്ലേലൂയ, യേശുവേ ആരാധന ഹല്ലേലൂയ, ആരാധന കർത്താവേ, ആരാധന ഹല്ലേലൂയ, ആരാധന കർത്താവേ. ആരാധന ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധന ഹല്ലേലൂയ, ഓ ആരാധന. ആരാധന ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്താൽ അത്ഭുത വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങൾ എഴുന്നേറ്റ് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ അന്തരീക്ഷം ഇതാ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിലാണ്. എന്ന് പറഞ്ഞാൽ ഇനിമേൽ നിന്നെ ഒരു കാരണവശാലും തിന്മയ്ക്ക് പിടിക്കാൻ നീ അവസരം കൊടുക്കരുത്. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ. നീ ഒരു തിന്മയുടെയും അടിമയല്ല. പറഞ്ഞേ ആമേൻ. ഞാൻ ഒരു തിന്മയുടെയും അടിമയല്ല. ആമേൻ. ഞാൻ ദുഃഖത്തിന് അടിമയല്ല. ഞാൻ പാപത്തിന് അടിമയല്ല. യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഞാൻ യേശുവിൻ്റെതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നീ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് യേശുവിന് അറിയാമല്ലോ. യേശുവിന് അറിയാമല്ലോ, അല്ലേ? അതെ, ഇപ്പോൾ നീ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈശോ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് നിന്നെ അറിയാം. ഈശോയ്ക്ക് നിന്റെ അവസ്ഥ അറിയാം. നീ കടന്നു പോകുന്ന കണ്ണുനീര് ഈശോയ്ക്ക് അറിയാം. ഈശോ പറയുന്നു, നീ ഇങ്ങനെ ഈ കണ്ണുനീരിൽ എന്നും കഴിയേണ്ട വ്യക്തിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പെട്ടിരിക്കുന്ന ഈ അബദ്ധത്തിൽ കഴിയേണ്ട വ്യക്തിയല്ല. നിനക്ക് സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ്. നിനക്ക് വിടുതലുള്ള വ്യക്തിയാണ്. നിന്റെ ജീവിതത്തിൽ നിനക്ക് മുമ്പിൽ ഈശോ നിൽക്കുന്നു. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ നിനക്ക് നേടിത്തന്നത് എന്താണ്? സകല തിന്മയുടെ മുകളിൽ വിജയം. സകല തിന്മകളുടെ മുകളിൽ വിജയം. യേശു തന്റെ രക്തത്താൽ നമുക്ക് വിജയം നേടിത്തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കണം, ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ ഓരോ ചുവടുവെപ്പും യേശു ഏറ്റെടുക്കും. യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ച് ഇന്നലകളിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അത് ദൈവമേ അങ്ങ് വിശുദ്ധീകരണത്തിന് ഉയർത്തും. അതെനിക്ക് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കുണ്ടായ രോഗം, നിനക്കുണ്ടായ പീഡ, നിനക്കുണ്ടായ ബന്ധത്തകർച്ച, നിനക്കുണ്ടായ പാപവഴികൾ, നിനക്കുണ്ടായതെല്ലാം നീ വിശ്വസിക്കുക. അതെല്ലാം അനുഗ്രഹമായിട്ട് ദൈവം ഉയർത്തും. കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു. അതെല്ലാം അനുഗ്രഹമാക്കി മാറ്റും. ഇനി ഞാൻ കരയില്ല, ഇനി ഞാൻ ഓർത്തോർ ദുഃഖിക്കില്ല, ഇനി ഞാൻ ഇന്നലകളിൽ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ല, എനിക്കങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കില്ല. മറിച്ച് എന്നെ സ്നേഹിക്കുന്ന യേശു, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശു എന്നെ പുതുക്കി പണിയുന്നു, എന്നെ നയിക്കുന്നു, എന്നെ ശക്തിപ്പെടുത്തുന്നു.